ഇങ്ങോട്ട് നോക്കിയോ. ഈ ഗ്യാസ് കുഞ്ഞുങ്ങളെ തെട്ടേ മേപ്പോട്ടെന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഈ സ്ഥാപനം ജീവനുള്ളതും ജീവൻ നൽകുമായ സ്ലീബാടെ അടയാളത്താൽ മുദ്രയിടപ്പെടുന്നതിനാൽ എന്നേക്കും ഒന്നായിരിക്കുന്ന പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതും ശുദ്ധീകരിക്കുമായി തീരട്ടെ. കർത്താവേ, നിന്റെ നിരപ്പും സമാധാനവും ഈ സ്ഥാപനത്തിൽ വസിക്കുമാറാകണമേ. ഇതിലുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ. നിന്റെ വരവ് ചെലവുകളും നിന്റെ വിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനും നീതിയുടെ സംരക്ഷണത്തിനുമായിരിക്കണമേ. നിങ്ങളിൽ നിന്നുള്ള എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും കൊണ്ടും ഈ സ്ഥാപനത്തെ അഭിവൃദ്ധിപ്പെടുത്തണമേ. ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് മുഖപ്രസാദം നൽകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവമേ, ഇതിൽ പ്രവർത്തിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ജീവിക്കുന്നവർക്കും തങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ തങ്ങളുടെ രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണമേ. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത എല്ലാ മഹിമയും നേരമൊക്കെ നിരന്തരം കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. പാപികൾക്കായി തുറന്നിരിക്കുന്ന കരുണകളുടെ വാതിലും മരണമുള്ളവരെ ജീവിപ്പിച്ച ജീവന്റെ തുറമുഖവും അശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്ന വെടിപ്പാക്കുന്ന സോപ്പായും മാലിന്യമുള്ളവരെ വെളുപ്പിച്ച് നിർമ്മലമാക്കുന്ന തടുപ്പുമായിരിക്കുന്ന മിശിഹാ ഈ സ്ഥാപനത്തിന്റെ വാഴ്വിന്റെ നേരത്തിൽ നമ്മുടെ ആയുസിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. സ്നേഹിതനായ ഞങ്ങളുടെ പിതാവായ അബ്രഹാമിന്റെ വിശ്വാസം നമുക്ക് സന്തോഷമായതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നമുക്ക് സന്തോഷകരമായിരിക്കണം. നീതിമാനായ യോബിന്റെ അടുക്കലും ദുഷ്ടനായ പോലെ സ്ഥാപനത്തിന്റെ ശത്രുവായ ദുഷ്ടൻ ലഭിക്കുമാറാകണമേ. ശ്രേഷ്ഠപുരോഹിതനായ ഇസ്രായേൽ ജനത്തിൽ വസന്ത നിരോധിക്കപ്പെട്ടതുപോലെ കഠിന ശിക്ഷകളും കോപത്തിന് വണ്ടികളും ഞങ്ങളിൽ നിന്ന് നിരോധിക്കപ്പെടുമാറാകണമേ. പുരോഹിതനായ സ്കറിയായുടെ ശുശ്രൂഷയിൽ നിന്റെ പ്രസംഗിയായ യോഹന്നാനെ പറ്റി അവർ പ്രത്യാശയുണ്ടായതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷയിൽ ജീവന്റെയും രക്ഷയുടെയും പ്രത്യാശ ഞങ്ങൾക്കുണ്ടാകുമാറാകണമേ. കർത്താവേ, ചുങ്കക്കാരനായ സഖായോട് ക്ഷണിച്ചതുപോലെ കൂട്ടത്തെ മേയ്പ്പാനും നിന്റെ വിശുദ്ധ വഴികളിൽ നടപ്പാനും കർത്തസംബന്ധവും ജീവപ്രദമായ കർപ്പനങ്ങളെ ആചരിപ്പാനും ഞങ്ങൾക്ക് മാറ്റണമേ. കർത്താവേ, ഈ സ്ഥാപനത്തിന് വേണ്ടിയും ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയും അസുലഭ നിമിഷമാണ്. ക്ലാസിന്റെ വെളിയിലേക്ക് ചില പ്രവർത്തനങ്ങൾ നടത്തുവാനും കുഞ്ഞുങ്ങളെ അതിൽ അവരെ കരം പിടിച്ചു ഉയർത്തുവാനൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ സ്കൂളിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ മെമ്പർ വന്നിട്ടുണ്ട്, PTA പ്രസിഡന്റ് ഉണ്ട്, ഞങ്ങളുടെ LIC മെമ്പേഴ്സ് ഉണ്ട്, YMC റെപ്രസെന്റേറ്റീവ്സ് ഉണ്ട്, പള്ളിയിലെ ഞങ്ങളുടെ അഭ്യുതകാംക്ഷികളുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരോടും ഒരു വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. പുനലൂർ നരിക്കൽ ബഥേൽ സ്കൂളിന്റെ പ്രാരംഭം കഴിഞ്ഞിട്ട് 100 വർഷം കഴിയുന്നു. ഏറെ അനുഗ്രഹകരമായിട്ട് കഴിഞ്ഞ 100 വർഷം ഈ സ്കൂളിന് പ്രവർത്തിപ്പാൻ ഇടയായി. കാലാകാലങ്ങളിൽ വന്നതായ അതിൻ്റെ ചുമതലക്കാർ ഏറെ അനുഗ്രഹത്തോടുകൂടി പരിശുദ്ധ മാർത്തോമാ സഭയോട് ചേർന്ന് നിന്ന് ഈ സ്കൂളിനെ വളർത്താനായിട്ട് ശ്രമിച്ചു. ഹരിപ്പാട്ട് തരകൻ കുടുംബത്തിൻ്റെ പേരിലുള്ളതായ ഏറ്റവും മനോഹരമായ കമനീയമായിട്ടുള്ള ഒരു ഗേറ്റ്, 100 വർഷത്തിൻ്റെ ഗേറ്റ് ഇവിടെ സ്ഥാപിച്ചു. ഇന്ന് ആവിയോട്ട് AM ജോർജ് അച്ചായൻ്റെ പേരിലുള്ളതായ ഒരു കൾച്ചറൽ ഹാൾ ഇവിടെ കൂദാശ ചെയ്തു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രവർത്തനത്തിൽ വെറും പാഠ്യ പദ്ധതിക്ക് വരുന്ന ഒരു കാര്യമാണ് അവരുടെ ടാലൻസിനെ വർദ്ധിപ്പിക്കുന്നതായ പ്രവർത്തനങ്ങൾ.
മറ്റെല്ലാ രംഗത്തും ഈ സ്കൂൾ ഇപ്പോൾ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുകയാണ്. ഏകദേശം 200 കുട്ടികൾ ഇപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ സ്കൂളിലെ പ്രധാന അധ്യാപകൻ പ്രിയപ്പെട്ട ബാബു ജോർജ് സാറിൻ്റെ ശക്തമായ നേതൃത്വവും പേരൻ്റ് അസോസിയേഷൻ്റെ പ്രത്യേകമായ കൈത്താങ്ങലും ഈ ഒരു മാർത്തോമ ഇടവകയുടെ പ്രത്യേകമായ കൈത്താങ്ങലും ഈ ഒരു വളർച്ചയിലുണ്ട്. 100 വർഷങ്ങൾക്ക് മുമ്പ് ഹരിപ്പാട്ട് നിന്നും പുനലൂർ പ്രദേശത്തേക്ക് വന്നതായ ഹരിപ്പാട്ട് ദൈവശ്രീ PT ഗീവർഗീസ് കത്തനാരുടെ ചുമതലയിലാണ് ഈ ഒരു സ്കൂള് ഇവിടെ സ്ഥാപിച്ചത്. ഹരിപ്പാട്ടച്ചൻ്റെ പ്രത്യേക ദർശനമായിരുന്നു ഈ നാട്ടിലുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസവും സാമൂഹ്യമായിട്ടുള്ള വളർച്ചയും ഉണ്ടാകണമെന്നത്. അപ്രകാരം ആരംഭിച്ച ഈ സ്കൂള് ഇന്ന് ഏറെ അനുഗ്രഹകരമായിട്ട് തുടരുന്നു. ഞാൻ ജേക്കബ് ജോർജ്, ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 1979 തൊട്ട് 85 വർഷം വരെ ഈ സ്കൂളിൽ 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകൾ പഠനം പൂർത്തിയാക്കിയതാണ്. എൻ്റെ ആദ്യ വിദ്യാലയമാണ് ബദേൽ MDSS UP സ്കൂള്. കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ഈ സ്കൂള് നവീകരണത്തിൻ്റെ പാതയിൽ വളരെയേറെ മുന്നോട്ട് പോയി. ഈ ശതാബ്ദി ആഘോഷിച്ച ഈ വർഷത്തിൽ വിവിധങ്ങളായ പ്രോജക്റ്റുകൾ സ്കൂളിൽ നടപ്പാക്കി. പൂർവ്വ അധ്യാപകരുടെ മീറ്റിങ്ങുകൾ, പൂർവ്വ വിദ്യാർത്ഥികളുടെ മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഒരു കമ്പ്യൂട്ടർ ലാബ് സാധാരണയുള്ള ഗവൺമെൻറ് സ്കൂളുകളിൽ വെല്ലുന്ന രീതിയിൽ ഒരു ഏറ്റവും മനോഹരമായ 15ഓളം കമ്പ്യൂട്ടർ സിസ്റ്റം കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ വർഷം പുതുതായിട്ട് സ്ഥാപിക്കുവാനും കൾച്ചറൽ ഒരു ഹാള്, കമ്പ്യൂട്ടറിൻ്റെ ഒരു ലാബ് നവീകരിക്കുന്നതിനും സ്കൂളിൽ സാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നേതൃത്വം നൽകുന്ന ഈ സ്കൂളിലെ PTA MBTയോടൊപ്പം സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരിക്കുന്ന ബാബു ജോർജ് സാറിൻ്റെ നേതൃത്വം വളരെ പ്രശംസനീയമാണ്. ഈ ഒരു സ്കൂളിൻ്റെ നവീകരണത്തിൽ അതിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പ് ഏറ്റവും ഭംഗിയായി മുന്നോട്ട് പോകുന്നത് കണ്ട് ഞങ്ങൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള നാട്ടുകാർക്കുമൊക്കെ ഈ സ്കൂളിൽ കൂടുതലായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകർഷമായതിൻ്റെ ഫലമായിട്ടാണ് ഈ വർഷം ഒരു ആർച്ച് പുതുതായിട്ട് സ്ഥാപിക്കുവാനായിട്ടിടയായി. അതോടൊപ്പം തന്നെ ഹെഡ് മാസ്റ്റർ ബാബു സാറിൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരം ഒരു കൾച്ചറൽ സെൻറ്റർ കുട്ടികൾക്കായിട്ട് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്, കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിന് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഹാള്, കൾച്ചറൽ ഹാള് നിർമ്മിച്ച് നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന് പ്രകാരം അവിയോട്ട് AM ജോർജ് മെമ്മോറിയൽ കൾച്ചറൽ ഹാൾ എന്നിവിടെ കൂദാശ ചെയ്യപ്പെട്ട് ബഹുമാന്യ വൈദികരാൽ കൂദാശ ചെയ്തു. ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ലൈലജ കുമാരി അവർ അത് ഉദ്ഘാടനം ചെയ്ത് ഇന്ന് സ്കൂളിന് സമർപ്പിച്ചിരിക്കുകയാണ്. സ്കൂളിൻ്റെ തുടർന്നും മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ കുഞ്ഞുങ്ങൾക്ക്, നാടിനും ഏറ്റവും ഐശ്വര്യമുള്ള ഒരു സ്ഥാപനമായി ഏറ്റവും ഉന്നതിയിലേക്ക് പോകുവാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സുന്ദരമായൊരു നിമിഷമാണ് ഇന്ന്. നമ്മുടെ സ്കൂളിന്, നരിക്കൽ ബദേൽ UP സ്കൂളിന് ഒരു കൾച്ചറൽ ഹാള് ആവിയോട്ട് ഫാമിലി നൽകിയിരിക്കുകയാണ്. ആവിയോട്ട് AM ജോർജ് മെമ്മോറിയൽ കൾച്ചറൽ ഹാൾ എന്നാണ് അതിൻ്റെ പേര്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ശ്രീമതി ശോശാമ്മ ജോർജാണ്. ജേക്കബ് സാറ്, ഷേർലി ടീച്ചർ, ആ കുടുംബം ഞങ്ങളുടെ സ്കൂളിനോട് കാണിക്കുന്ന എല്ലാ കരുതലിനും ഞങ്ങൾ നന്ദി കരയറ്റുന്നു. ഇതൊരു ശതാബ്ദി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ഇവിടെ മനോഹരമായൊരു ഗേറ്റ് പണിത് തീർന്നു, സ്മാർട്ട് ക്ലാസ് മുറികൾ മെച്ചപ്പെടുത്തി, അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങളെല്ലാം തന്നെ ഒരുക്കി. ഏറ്റവും മികച്ചതായിട്ട് പറയാൻ പറ്റുന്നത് ഒരു AI ബേസ്ഡ് കമ്പ്യൂട്ടർ ലാബ് ഞങ്ങൾക്ക് ഒരുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ സ്കൂൾ ഭൗതികമായി വളരെയേറെ മുന്നോട്ട് വന്നിരിക്കുന്നു. അപ്പം അക്കാഡമിക് കാര്യങ്ങൾ ശരിക്കും മെച്ചപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളൊരു കൾച്ചറൽ ഹാളും കൂടെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. ഇത് കൾച്ചറൽ ഹാൾ എന്ന് പറയുമ്പോൾ ഈ ക്ലാസ് പ്രവർത്തനങ്ങൾക്ക് വെളിയിലേക്ക് കുഞ്ഞുങ്ങൾക്ക് അവരുടെ ശരിക്കും ക്വാളിറ്റിയെ മാറ്റിവെക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് അല്പം കൂടി ഒരു ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൾച്ചറൽ ഹാളായിട്ട് ഞങ്ങളത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ശരിക്കും ഒരു നാഴികക്കല്ല് കൂടിയാണ് സ്കൂളിൻ്റെ വളർച്ചയിൽ പിന്നിടുന്നത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഉള്ള നന്ദി, സ്നേഹം ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. നന്ദി.
ഞങ്ങൾ കരയറ്റുന്നു.